സഖാക്കൾക്കും കുട്ടി സഖാക്കൾക്കും എന്താ പറയുന്നത് ഊടുവഴിയിലൂടെ പെൻഷൻ കൊടുക്കാനുള്ള ഒരു പദ്ധതിയായിരുന്നു ഈ മന്ത്രിമാരുടെ. സാധാരണ സർക്കാർ ജീവനക്കാർ 30 വർഷം 40 വർഷമൊക്കെ ജോലി ചെയ്തിട്ടാണ് പെൻഷൻ കിട്ടുന്നത്. അതും പങ്കാളിത്ത പെൻഷൻ. ഇതിപ്പോൾ 2.5 വർഷം വീതമാണ്, വീതം വെപ്പാണ്. അതെ, നമ്മൾ രണ്ടൊരു സിംഗിളുകളാണെങ്കിൽ ആദ്യം 2.5 വർഷം എനിക്ക് തരും, ഞാൻ ഇറങ്ങും, എനിക്ക് പെൻഷൻ ഉറപ്പായി. അത് കഴിഞ്ഞിട്ട് വിശാഖം പോകുന്നു, വിശാഖനും പെൻഷൻ ഉറപ്പായി. അതായത് മാക്സിമം കുട്ടി സഖാക്കൾക്ക്, അതായത് ഇവർക്ക് വേണ്ടി സമരത്തിന് പോവുകയും പോലീസിൻ്റെ മർദ്ദനം ഏൽക്കുകയും പിന്നെ ഇവർക്ക് വേണ്ടി ഗുണ്ടാപ്പണിക്ക് പോവുകയൊക്കെ ചെയ്തിട്ടുള്ള എല്ലാ കുട്ടി സഖാക്കളെയും ഈ പേഴ്സണൽ സ്റ്റാഫിൽ നിയമം, അടുക്കള പണിക്കെടുത്ത ആളിന് പോലും പെൻഷൻ ഉണ്ട്. അപ്പം ഈ 10 വർഷത്തിനുള്ളിൽ എത്ര പേർക്ക് ഇവർ പെൻഷൻ കൊടുത്തു? ഇപ്പോഴും വാങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ അവർ. അതെന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച്, ഒരു മന്ത്രിസഭയുടെ കാലത്ത് പേഴ്സണൽ അസിസ്റ്റൻ്റ് ആയിട്ട് വരുന്ന ഒരാൾ, അപ്പോൾ ഈ ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾ ആ 5 വർഷം പൂർത്തീകരിച്ചതിന് ശേഷം പെൻഷൻ വാങ്ങി പോകുമ്പം ആ ഒരാൾക്ക് കൊടുത്താൽ മതി. ഈ ഒരാളുടെ സ്ഥാനത്ത് 2.5 വർഷം വേറൊരാളെ കയറ്റി കൊടുക്കണം. അപ്പൊ എത്ര പേർക്കായി പെൻഷൻ? 2 പേർക്ക്. അത് ജീവിതകാലം മുഴുവൻ. ഒരു മന്ത്രിക്ക് ഇവിടെ 30-40% സ്റ്റാഫാണ്, 30 പേര് കുറയില്ല എന്തായാലും. കേന്ദ്ര മന്ത്രിമാർക്ക് 10 പേരൊക്കെ ഉള്ളൂ എന്നാണ്. കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിക്ക്, സഹമന്ത്രിക്ക് 2 പേരെ 3 പേരെ ഉള്ളൂ എന്നാണ് പറയുന്നത് പേഴ്സണൽ സ്റ്റാഫ്. അപ്പൊ എന്തായാലും ഈ പേഴ്സണൽ സ്റ്റാഫിനെ വെച്ചുള്ള കൊള്ളയടിക്ക് എന്തായാലും ഒരു കത്രികപ്പൂട്ടിട്ടിരിക്കുകയാണ് നമ്മുടെ പുതിയ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. അത് നേരത്തെ ഉള്ളൊരു ശുപാർശയാണ്. അതായത് 4 വർഷം തുടർച്ചയായി പേഴ്സണൽ സ്റ്റാഫ് ജോലി ചെയ്താൽ മാത്രമേ പെൻഷൻ കിട്ടും, ശമ്പളം കിട്ടും. പെൻഷൻ കിട്ടും. കഴിഞ്ഞ തവണത്തേനകത്ത് 2 വർഷം ചെയ്താലും 3 വർഷമായിട്ട് കണക്കാക്കി പെൻഷൻ കൊടുത്തുകൊണ്ടിരുന്നു. അപ്പൊ അതിനിടയ്ക്ക് കൂടെ ഒരാളെ കൂടെ അവർ വിളിച്ച് കയറ്റുമായിരുന്നു ഇങ്ങനെ. ഇപ്പൊ എന്തായാലും ഈ 4 വർഷം തുടർച്ചയായിട്ട് ചെയ്ത, ഈ 4 വർഷം ചെയ്യാമെങ്കിൽ പിന്നെ 1 വർഷം കൂടെ ചെയ്തു. എനിക്കിത് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിന് മുൻകാല പ്രാബല്യം ഉണ്ടോ എന്നുള്ളത്. ഇല്ല, മുൻകാല പ്രാബല്യം, ഇതിന് മുൻകാല പ്രാബല്യം കൊടുക്കേണ്ടതാണ്. കോൺഗ്രസ്സുകാർക്കും പ്രശ്നമാവും. അതാ പ്രശ്നമാവും. പക്ഷേ സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയും സംസ്ഥാനത്തിന്റെ കടക്കണിയും എത്രമാത്രം വലുതാണ് അല്ലേ? അതെ. അതിനിടയിലൂടെയാണ് ഇങ്ങനെ ഈ ചുളു വഴിയിലൂടെ തങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് മൊത്തം ബന്ധു നിയമനവും പെൻഷൻ പിന്നെ PS ആക്കുന്നു. ആ വഴിക്ക് ടീച്ചർ മന്ത്രിയായിരുന്നു, സ്വന്തം മരുമകളെ പേഴ്സണൽ സ്റ്റാഫ് എടുത്തിരുന്നില്ല, അടുക്കള കുക്കായിട്ടോ മറ്റായിരുന്നു എടുത്തിരുന്നത്. അതെ കുക്കായിട്ട് എടുത്ത്. അപ്പൊ ഇപ്പം ഇതിന് സതീശൻ മന്ത്രിസഭ ഒരു കൂച്ചുവലങ്ങ് ഇട്ടു. അത് വളരെ നല്ലൊരു തീരുമാനമാണ്. ഇനി ഇത് ഒരിക്കലും അഥവാ അടുത്ത 10 വർഷം കഴിഞ്ഞ് LDF എങ്ങാണോ അധികാരത്തിൽ വരുവാണെങ്കിൽ പോലും ഇത് ഉണ്ടാവാൻ പാടില്ലാത്ത വിധം ഉള്ള നിയമക്കുരുക്ക് ഇതിന് ഉണ്ടാവും. ഇതുപോലെ ഇത് ബന്ധപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, സതീശൻ പലതവണ നിയമസഭയിൽ പ്രതിപക്ഷത്ത് ഇരുന്നപ്പോൾ പറഞ്ഞ കാര്യമാണ് PSC മെമ്പർമാരുടെ എണ്ണം 21, 22 പേരാണ് ഇവിടെ ഉള്ളത്. അതെ. UPSC പോലെ 8 പേരെ കണ്ടേ ഉള്ളൂ. അതിൻ്റെ അവരുടെ എണ്ണം അടിയന്തരമായി കുറയ്ക്കണം. അത് ശമ്പളം പെൻഷനോ മാസം 1 ലക്ഷം രൂപ പെൻഷനാ. 1.5 വരെ ശമ്പളം 2.5 തൊട്ട് 3.5 വരെ ശമ്പളം. എന്തുവാ കാര്യം? കാറും കൊടുത്തിരിക്കുക. ഭരണഘടന പദവിയാ അല്ലേ? ഭരണഘടന. കഴിഞ്ഞ തവണ തന്നെ LDF സർക്കാരിന്റെ സമയത്ത് ഏതോ അതിന്റെ ഗിർക്കിലി ഘടകകക്ഷികളുണ്ടല്ലോ, ആരോ PSC മെമ്പർ സ്ഥാനം കച്ചവടത്തിന് പോയി എന്ന് കേട്ട് വലിയ വിവാദം ഉണ്ടായിരുന്നു. വിൽക്കാൻ ശ്രമിച്ചു. പാർട്ടിക്ക് കിട്ടിയ PSC മെമ്പർ സ്ഥാനം വിൽക്കാൻ, കാര്യം വിറ്റാലും മാറ്റാലും കുഴപ്പമില്ല, കാശുള്ള പോയി വാങ്ങിച്ചാൽ അവന് മുതലാക്കാമല്ലോ, അവന് ജീവിതകാലം മുഴുവൻ പെൻഷനും കിട്ടും. അപ്പോൾ ഇപ്പം വന്നിരിക്കുന്നത് പേഴ്സണൽ സ്റ്റാഫിൽ പെട്ടവർ ഈ 2.5 വർഷം നേരത്തെ മതിയായിരുന്നു. 2 വർഷം ചെയ്താലും 1 വർഷത്തിൻ്റെ കൂടെ കൂട്ടിയിട്ട് 3 വർഷത്തെയാക്കി കൊടുക്കാനും പെൻഷന് എല്ലാവിധ ആനുകൂല്യങ്ങളും. ഇതിന് തന്നെ എത്ര രൂപയായിരുന്നു വേണ്ടി വരുന്നത്? ഇത് തന്നെ ഒരു മാസം ഇവരെ ശമ്പളം കഴിഞ്ഞ ദിവസം കിടക്കുന്നുണ്ട്. ഒരു മന്ത്രിയുടെ ശമ്പളം, പിന്നെ പേഴ്സണൽ സ്റ്റാഫിന്റെ ശമ്പളം 4 കോടി രൂപയ്ക്ക് അടുത്ത് വരും. മന്ത്രി മാത്രമല്ല, ഈ മറ്റേ മന്ത്രിയുടെ പദവിയുള്ള ക്യാബിനറ്റ് റാങ്കുള്ള ചീഫ് വിപ്പ്. അതെ. ഇനി ഭരണഘടനാ പരിഷ്കരണ കമ്മിറ്റിയുടെ അങ്ങനെ ചെയർമാൻ ആരെങ്കിലും വയ്ക്കുമെന്ന് അറിഞ്ഞൂടാ എന്ന് പറയപ്പെടുന്നുണ്ട്. MK മുനീറിനെ അല്ലെങ്കിൽ P. ജോസഫൊക്കെ അതിന് ആ സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ അതും ക്യാബിനറ്റ് റാങ്കാണ്. അപ്പോൾ അതും 30 സ്റ്റാഫ് വരും. അതുപോലെ ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് ഒരു ഉപദേശകനെ നിയമിച്ചിട്ടുണ്ട്. ഹേമേന്ദ്രൻ അല്ലേ? പക്ഷെ അത് ശമ്പളരഹിതമാണെന്ന് പറഞ്ഞത്. ശമ്പളം കാണുകയില്ല, പക്ഷേ അലവൻസ് കാണും. ശമ്പളരഹിതം എന്ന് പറഞ്ഞാൽ ശമ്പളം ഇത്ര രൂപ, അത് വേണ്ടെന്ന് നോക്കുക. അലവൻസ് വരുമ്പോൾ അതും കാണും, ഒരു 2 ലക്ഷം 3 ലക്ഷം കാണും. കാറും ഈ പറയുന്ന പോലീസിനെ ഭരിക്കാൻ മറ്റൊരു ആഭ്യന്തരമന്ത്രി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ വരുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നല്ല പ്രവണതയല്ല. പ്രത്യേകിച്ച് ഈ PSC മെമ്പേഴ്സിൻ്റെയും ഈ പറയുന്ന പോലെ ഈ അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ കഴിഞ്ഞ സർക്കാർ ഈ റിട്ടയർ ചെയ്ത ചീഫ് സെക്രട്ടറിമാരെയും DGPമാരെയും അത്രയും 6-7 ലക്ഷം ശമ്പളം കൊടുത്ത് കുറേ സ്ഥാപനങ്ങൾ നിയോഗിച്ചിട്ടുണ്ട്. കൊച്ചി മെട്രോ പോലെയുള്ള മെട്രോ ഈ സ്ഥാപനങ്ങളുടെ MD-മാരെ തിരഞ്ഞെടുക്കാൻ വേണ്ടി വെള്ളയമ്പലത്ത് എയർ ഇന്ത്യയുടെ ഓഫീസായിരുന്ന ബിൽഡിംഗ് കേരള സർക്കാരിൻ്റെ വകയാണ്. അവിടെ ഒരു ഓഫീസുണ്ട്. പഴയ ചീഫ് സെക്രട്ടറി VP ജോയിയാണ് അവിടുത്തെ ആൾ. എനിക്ക് തോന്നുന്നത് ഈ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ചെയർമാനെ MD എങ്ങാണ്ട് തിരഞ്ഞെടുക്കാനുള്ള ഇൻ്റർവ്യൂ നടത്താനും അവരെ സെലക്ട് ചെയ്യാനൊക്കെ ഉള്ള സ്ഥാപനത്തിൻ്റെ ഒരു ഓഫീസാണത്. ഇതുപോലെ ഇഷ്ടം പോലെ ഈ പഴയ ഈ സർവീസിലുള്ള പല IAS-കാരും IPS-കാരും ചില പ്രത്യേക IAS-കാരും ഒന്നും അവരെ പേര് ഞാൻ പറയുന്നില്ല,
ഇവർ ഈ രാഷ്ട്രീയക്കാരനെ കാണുമ്പോൾ വീടുന്ന തൊഴിലുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് അറിയുന്ന 2 റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥരെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഇവർ ഈ നമ്മൾ ചില ആൾ ദൈവത്തിൻ്റെ മുമ്പിൽ തൊഴും പോലെയാണ് ആ ഒരു തൊഴിൽ, അത്ര തൊഴിലിൽ ഈ രാഷ്ട്രീയക്കാരൻ ഇവർ വീഴ്ത്തിയിരിക്കും. കാരണം ഇവർക്ക് എന്തെങ്കിലും ഒരു പദവി വേണം. കാരണം സേവിച്ചിട്ടും ദാഹം തീരാത്ത എത്ര റിട്ടയർഡ് IAS IPS ആയാലും ഉണ്ട്. ജീവിതകാലം മുഴുവൻ അവർ 10-80 ദിവസമായാലും അവർ സേവിച്ചുകൊണ്ടേയിരിക്കും. അതെ, ഇനിയിപ്പം നമ്മൾ ഉറ്റു നോക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കിഫ്ബിയാണ്. ഈ കിഫ്ബി ഒരു വിധത്തിൽ കുളവാക്കി കൈ വെച്ചിരിക്കുകയാണ് ഈ സംഭവം. ഇത് കപ്പൽ മുങ്ങുന്നു എന്ന് കണ്ടതുമല്ല, കിഫ്ബിക്കാരൻ ഇറങ്ങി ഇറങ്ങി നീന്തി രക്ഷപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ വിടാൻ പാടില്ല, അത് പുറകെ അന്വേഷിക്കണം. ഈ കിഫ്ബി അന്ന് ഇറങ്ങി ഓടിയ ആളിൻ്റെ പേരിൻ്റെ ഇനിഷ്യലുള്ള ഒരു അക്ഷരം കേരളത്തിലെ പ്രമുഖമായ ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെയും കുടുംബ പേരാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഇടപെടൽ ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷെ അങ്ങനെ ഒരു ഇടപെടലിന് നിൽക്കേണ്ട കാര്യമില്ല. ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ജനങ്ങൾ അവരുടെ ഈ മാധ്യമം ചിലപ്പോൾ നാളെ വിരുദ്ധ സ്റ്റോറി എഴുതിയാലും ജനങ്ങൾ അവരുടെ കൂടെ നിൽക്കും, സർക്കാരിൻ്റെ കൂടെ നിൽക്കും. കാരണം ആൾക്ക് ഇതൊക്കെ അറിയാം എപ്പോഴും. അതെ, എനിക്ക് തോന്നുന്നത് VD സതീശൻ അതിന് തയ്യാറാകില്ല എന്നാണ് എൻ്റെ തയ്യാറാകുന്നതാണ് നല്ലത് അദ്ദേഹത്തിന്. മാത്രമല്ല കിഫ്ബി അദ്ദേഹം എടുത്ത് വെളിച്ചാടുമ്പോഴത്ത് വേറെ കൺഫേർഡ് IAS മിനിയാനിന് അവിടെ തന്നെ ഉണ്ട്, ഇപ്പോഴും ഇരിക്കുകയാണ്, അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ശരിക്കും കഴിഞ്ഞ ദിവസം അവർ മുഖ്യമന്ത്രിയെ പോയി കാണുന്നതും സ്വീകരിക്കുന്നതുമായിട്ടുള്ള ഫോട്ടോസൊക്കെ കാണണമല്ലോ. കാരണം ഈ ഉടായ്പ സ്ഥാപനത്തെ തലപ്പത്തിരിക്കുന്ന ആദ്യം പോയി കണ്ട് കാല് പിടിക്കണമല്ലോ. കസേര നിലനിർത്തണ്ടേ ഇവർക്ക് എല്ലാവർക്കും. ഇവർക്കൊന്നും ഈ സർക്കാരിൻ്റെ ഇന്നോവ ക്രിസ്റ്റ കാറും ഈ സംവിധാനമൊന്നുമില്ല, ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. സ്വന്തമായിട്ട് പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടതെല്ലാം അത് ബുദ്ധിമുട്ടാണ് അവർക്ക്. ഈ പേഴ്സണൽ സ്റ്റാഫിലേക്ക് തിരുകുന്നത് ഒരു വലിയ അനീതി തന്നെയാണ്. കാരണം കേരളം പോലും സംസ്ഥാനത്ത് സാമ്പത്തികമായിട്ട് വളരെയധികം പിന്നോക്കം നിൽക്കുന്ന, സാമ്പത്തികമായിട്ട് വളരെയധികം കടക്കണിയിൽ നിൽക്കുന്ന ഒരു സർക്കാരിൽ ഇത്രയും എണ്ണം ആൾക്കാരെ അധികമായിട്ട് 10 പേഴ്സണൽ സ്റ്റാഫിനെ നിയമിക്കേണ്ടിടത്ത് ഒരു ഭരണം കഴിയുമ്പോഴത്തേക്ക് 5 വർഷം കഴിയുമ്പോഴത്തേക്ക് 40 പേരും 50 പേരും ഒക്കെ പേഴ്സണൽ സ്റ്റാഫായിട്ട് പോവാണ്. മാത്രമല്ല ചിലർ ഇവർ വീട്ടിലിരിക്കുകയാണെന്നാണ് ചിലർ. ഇവർ ലിസ്റ്റിൽ പേര് കാണും. അവർ വേറെ എന്തെങ്കിലും സ്വന്തമായിട്ട് പണ്ട് അതൊരു ഇതുപോലെ പദവി ഇരുന്ന ഒരാളിൻ്റെ പേഴ്സണൽ സ്റ്റാഫായിട്ട് ഒരാൾ മെഡിക്കൽ സ്റ്റോർ നടത്തിയായിരുന്നു ഇവരുടെ വാർത്ത വന്നിരുന്നത്. അയാളുടെ വന്നിട്ടൊന്നുമില്ല. അയാളെ നാട്ടിൽ മധ്യതിരുവിതാംകൂറിൽ എവിടെയോ ഇരുന്ന് അയാൾ മെഡിക്കൽ സ്റ്റോർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പേഴ്സണൽ സ്റ്റാഫാണ്. പക്ഷേ അയാൾക്ക് ശമ്പളം കൊണ്ട് അത് പെൻഷനും കിട്ടി. അതുകൊള്ളാം. അങ്ങനത്തെ അവസ്ഥയാണ്. അതാണ് അവിടുത്തെ അവസ്ഥ. എന്താണെങ്കിലും ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരാനുള്ള ഒരു തുടക്കം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അത് സത്യസന്ധമായിരിക്കട്ടെ, ഇനി മുന്നോട്ടും ആ രീതിയിൽ തന്നെ പോകട്ടെ എന്ന് മാത്രമേ നമുക്ക് അതിനകത്ത് പറയാനുള്ളൂ. ഒപ്പം ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അവർക്ക് എല്ലാത്തിനും കൂട്ടുന്ന കാട്ടുകള്ളന്മാരായ കുറേ IAS IPS ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവർ അടിയന്തരമായ കസേരയിൽ നിന്ന് മാറ്റിയതിന് ശേഷം സത്യസന്ധരായ എത്രയോ പേര് ഇപ്പോൾ നമ്മുടെ സസ്പെൻഷനിൽ കഴിയുന്ന ഡോക്ടർ B അശോക്, അതല്ലെങ്കിൽ N പ്രസാദിനെ പോലുള്ള സത്യസന്ധര അവർ അഴിമതിക്കാരാണെന്ന് ശത്രുക്കൾ പോലും പറയില്ല. അവർ അഴിമതിയുടെ പേരിൽ അവർ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അവരെ പോലുള്ള തിരിച്ചു കൊണ്ടുവന്നു ജനങ്ങൾക്ക് മുന്നിൽ ഈ കള്ളന്മാരെ ഞങ്ങൾ പൂട്ടിയെന്നും നല്ലവരായ ആളുകളെ ഇവർ ദ്രോഹിച്ച് ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്നെന്നും അഭിമാനത്തോടു കൂടി മുഖ്യമന്ത്രി VD സതീശന് പറയാൻ കഴിയണം. എന്നാൽ മാത്രമേ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് അർത്ഥമുള്ളൂ. കാരണം ജനങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം തന്നത് എന്നുള്ള കാര്യം എപ്പോഴും ഓർക്കുക.